നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്, ആശയക്കുഴപ്പങ്ങളുടെ അതൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കേരളത്തിൻ്റെ അസംബ്ലി ഇലക്ഷൻസിൻ്റെ റിസൾട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ ഒരുപാട് പ്രവചനങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും, ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് കിട്ടും. അപ്പോൾ പ്രവചനങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് സമീപിക്കുന്നത് അസ്ട്രോളജേഴ്സിനെയാണ്. അസ്ട്രോളജിയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്ന പ്രവചനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അസ്ട്രോളജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് എന്ന് പറയേണ്ടി വരും. ശാസ്ത്രം പോലെയാണ്. ശാസ്ത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ അതേപോലെ തന്നെ അത് വിധ്വംസകമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ശരിയായ രീതിയിൽ ഈ ശാസ്ത്രത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്, ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രവും ഉണ്ട്, ജ്യോതിഷശാസ്ത്രവും ഉണ്ട്. അപ്പം ഇതിൽ മോശമായ രീതിയിൽ പലരും ഉപയോഗിക്കാറുണ്ട്. അതായത് അവരുടെ ചെറിയ ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും മോശമായ രീതിയിൽ പ്രയോഗിക്കുന്ന ആളുകളെയും നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ജ്യോതിഷികൾ പറഞ്ഞു കേട്ട് ജീവിതം കൊച്ചാട്ടയായി പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ പ്രവചനങ്ങൾ കേട്ടുകൊണ്ട് ചിലപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ അറിയാമല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഭരണം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഈ ഒരു ഞാണിന്മേൽ കളി ശരിക്കും ഒരു ഞാണിന്മേൽ കളി പോലെയാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ രീതിയിൽ ജ്യോതിഷ സ്ഥാപനം നടത്തുന്ന ശ്രീമതി അജിത രാജശേഖറാണ്. അപ്പോൾ മാഡത്തിൻ്റെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം, നമസ്തേ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് മാഡത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇതാണോ, അതോ മാഡം അതിലേക്ക് പ്രത്യേകിച്ച് പഠിക്കണം എന്നുള്ള താല്പര്യത്തോട് പോയതാണ്? പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറയാൻ കഴിയില്ല സാർ. കാരണം എൻ്റെ അച്ഛൻ്റെ റിലേഷനിലും അമ്മയുടെയിലും പറയത്തക്ക എനിക്കറിയത്ത കാര്യം ഈ ഒരു ഫീൽഡിലുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ജ്യോതിഷം എങ്ങനെ എന്നിലേക്ക് വന്നു, അത് ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഇത് എന്നിലേക്ക് വന്നു എന്നുള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട്, ഈ ഗ്രഹങ്ങളുടെയും അതൊക്കെ ഒന്ന് അറിയണമെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ 1997 എൻ്റെ 2 കുട്ടികളുടെ ജാതകം ഗണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സന്യാസ ദീക്ഷ, രാജയോഗ സന്യാസ ദീക്ഷ സ്വീകരിച്ച സ്വാമി നാരായണാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ സമീപിക്കുകയുണ്ടായി. അപ്പം ഞാനിങ്ങനെ ഓരോന്നും പോയിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം ചോദിക്കുമല്ലോ, അതിനറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, കുട്ടിക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമൊക്കെ ഉണ്ട് സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വന്നോളൂ, സ്ത്രീകൾ കുറവാണ് ഈ ഫീൽഡിൽ. അപ്പൊ ഒരു സ്ത്രീ ഇത് പറയുമ്പോൾ സ്ത്രീകൾക്ക് മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കും. അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പുരുഷനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സ്ത്രീകളോട് തുറന്ന് സംസാരിക്കും. എനിക്ക് ഇങ്ങനെ ഉള്ളൊരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് സോൾവ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, എൻ്റെ മോനൊക്കെ 8th 10th ആ ഒരു ലെവലാണ് മോനും മോളും. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഈ അസ്ട്രോളജിയും കൂടെ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിനും കൂടി എനിക്ക് സ്പെൻഡ് ചെയ്യാനൊരു സാമ്പത്തിക ഇതിലല്ല ഞാനിപ്പോൾ. പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ദക്ഷിണ തന്നെ പഠിക്കാൻ തുടങ്ങിക്കോളൂന്ന്. അപ്പൊ ഇത് കേട്ടവാദി കേൾക്കാത്ത വാദി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ഒരു സ്വാമിജി പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ എൻ്റെ അമ്മ ശ്രീകൃഷ്ണന്റെ ഭയങ്കര ഭക്തയാണ്. അമ്മ ലക്ഷ്മി, നമ്മുടെ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തില് 4:30 നിർമ്മാല്യ അമ്മ സ്ഥിരം, മരണത്തിന്റെ തലേ ദിവസം വരെ അമ്മ പോയി അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ അമ്മ ഒരു വ്യാഴാഴ്ചയല്ലേ അദ്ദേഹത്തിന്റെ ദിവസമല്ലേ, നീ പോയി തുടങ്ങിപ്പോന്നു. അങ്ങനെ വെറ്റിലെ അടക്കി 251 രൂപയും കൊണ്ട് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് നമസ്കരിച്ച് ആണ് ഞാനിത് തുടങ്ങിയത്. ആ കൊടുത്ത ജാതകം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇത് പഠിച്ചിട്ട് കുട്ടി തന്നെ ഇത് എഴുതും, ഞാനിത് എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് അത് വാങ്ങി മാറ്റി വെച്ചു. അന്ന് തൊട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യയായിട്ട് വീട്ടിൽ അറിയാതെയാണ് സാർ ഞാൻ പോയത്. അതുകൂടി പറയാം, കാരണം ഹസ്ബൻഡിന് ഇതിനോട് യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം പണിക്ക് പോകുന്ന അതറിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒപ്പം ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് അനുകൂലമായിട്ടുണ്ടല്ലോ, ഇപ്പൊ അനുകൂലമായിട്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് ഞാൻ യൂണിവേഴ്സിറ്റി നന്ദി പറയുന്നത്, അദ്ദേഹം എന്റെ ഇതിലോട്ട് വന്നത്.
അപ്പം ഞാൻ ഇങ്ങനെ അദ്ദേഹം പണിക്ക് പോകുന്ന സമയത്ത് അവർ 2 മണിക്കൂർ കിട്ടില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതിന് മുന്നേ ഞാൻ ഓടിപ്പോവും, പഠിക്കും, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കിതിലോട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാവാം അദ്ദേഹം ആദ്യമേ തന്നെ ഇതെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഗണിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരികയും അദ്ദേഹത്തിന് വന്ന വർക്കുകൾ അത്ര എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുമായിരുന്നു. ചെയ്യിച്ചിട്ട് അദ്ദേഹം അത് പരിശോധിക്കും, ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത്. എന്നാലും അത് എന്നെ കൊണ്ട് തന്നെ ജാതകമായിട്ട് എഴുതാനും പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് ശരിക്കും അദ്ദേഹം ഒരു ഈശ്വരനോ അതിന് അപ്പുറമായിട്ട് ഞാൻ കണക്കാക്കണം. കാരണം എന്നെ ഈ ഒരു ഇതിലോട്ട് പിച്ച വെച്ചത്, ഞാനിപ്പോൾ അതിൽ എന്തെങ്കിലും ആയോ എന്നിട്ടോ ഒന്നുമില്ല, ഒരു മണൽത്തരി പോലും ഇതൊക്കെ ആര് പറഞ്ഞു തരുന്നത് എന്നും എനിക്കിപ്പോൾ അറിയില്ല. ശരിക്കും എനിക്ക് ഒരു അദൃശ്യനായിട്ടൊരു ശക്തി എൻ്റെ ഒപ്പം നിന്ന് പരല് വയ്ക്കുന്നതാണ് പ്രധാനമായിട്ട് കവടി പ്രശ്നം. എഴുതുന്നുണ്ട് ജാതകം, ബാക്കിയുള്ളതും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വയ്ക്കുന്ന സമയത്ത് അതിൽ നോക്കുമ്പോൾ അത് ഇന്നതാണെന്നൊരു തോന്നലുള്ളിൽ നിന്ന് വരും. അങ്ങനെയാണ് പറയുന്നത്. മാഡത്തിന്റെ ഗണനകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു ഇതുവരെയുള്ള എല്ലാ അവര് ഞാൻ പറയുന്ന കേൾക്കുന്നവര് അവരതെല്ലാം ഓക്കെ എന്നാണ് പറയുന്നത്. ബാക്കി അങ്ങനെയുള്ളതെന്ന് എനിക്കറിയാം. ഞാനത് പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരും അതേ എന്നാണ് പറയുന്നത്. പിന്നെ ഈ വിഷമങ്ങളോട് വരുന്നവരെ അവരെ കുറെ കൂടെ വിഷമിപ്പിച്ച് വിടാൻ എനിക്ക് താല്പര്യമില്ല. അത് അവരൊരു വലിയൊരു ഭാരമായിട്ടാണ് വരുന്നത്. എന്നെ കൊണ്ട് എത്രത്തോളം അത് ലഘൂകരിച്ച് വിടാൻ പറ്റുമോ. അത് എണീക്കുമ്പോ തന്നെ അവര് പറയാറുണ്ട്, വലിയൊരു മനസ്സിലൊരു കല്ലുമായിട്ടാണ് വന്നത്. എണീറ്റ് പോകുമ്പോ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, മാഡം എന്ന് വിളിക്കുന്നവരുണ്ട്, പേര് പറഞ്ഞ് എൻ്റെ അമ്മയുടെ ഒക്കെ ഉള്ള അവർക്കൊരു സമാധാനം കൊടുക്കാൻ എനിക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിനകത്തൊരു സൈക്കോളജിക്കൽ എലമെന്റ് ഉണ്ടെന്ന് ചിലപ്പോൾ ഈ റാഷണലിസ്റ്റുകൾ പറയാറുണ്ട്. കാരണം ഒരാളിന് ജീവിതത്തിൽ പ്രശ്നമുള്ളപ്പോഴാണല്ലോ ജ്യോതിഷിയെ കാണാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രശ്നമുണ്ട്, നിങ്ങൾ മൊത്തത്തിൽ പ്രശ്നമാണല്ലേ എന്നൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ എന്താ പറയുക, ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. കാരണം വെച്ചാൽ ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നവർക്ക് വലിയൊരു ഭാരം എടുത്ത് മണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക, അവർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് വാങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിനെ ആളുകൾ ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലും എല്ലാവരും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വടക്കോട്ടാണെങ്കിലും കണ്ണൂർ ഏറ്റവും കൂടുതൽ ആളുകൾ പണിക്കരെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം ട്രെയിൻ യാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സമുന്നതയായ ഒരു നേതാവ്, യഥാർത്ഥത്തില് അദ്ദേഹം അവിടെ വഴിയിലിരുന്ന ഈ ട്രെയിനിൽ അകത്തിരുന്ന ഒരാളിന് പോയി ഇങ്ങനെ ഭവ്യതയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ആ ആളുടെ ആരാണെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഈ മാഡം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ മാഡം വന്ന് ഇത്രയും ഭവ്യതയോട് സംസാരിച്ചത്? അയ്യോ, ഞാൻ അവരുടെ പണിക്കരാണ്, ജ്യോതിഷിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് പിന്നെ എത്രത്തോളം ശാസ്ത്രീയമാണ് ഈ കിട്ടുന്ന അസംഷൻസ്? അതായത് നമുക്ക് ആധുനികമായിട്ടൊരു കാര്യം, ഇപ്പം പല ആളുകളും മെഡിക്കൽ അസ്ട്രോളജി എന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഈ നോക്കിയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പോലും പറയുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം സയന്റിഫിക് ആണ് എന്ന് മാഡത്തിന്, എനിക്കൊന്ന് സയൻസിന്റെ ബേസിലാണ് മാഡത്തിന്റെ ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അതിനൊരു ശാസ്ത്രീയ ബോധത്തോടു കൂടി ഇതിനെ സമീപിച്ചിട്ടുണ്ടോ? സാറേ, ഇതെന്നൊരു മെഡിക്കൽ അസ്ട്രോളജി എനിക്ക് ഞാനും പരല് വയ്ക്കുമ്പോ, കാരണം കാലപുരുഷന്റെ അവയവങ്ങളിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഗ്രഹനിലയും കൂടെ ചേർത്ത് വെച്ചിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഭാഗം ഓരോരോ അവയവങ്ങളെ കുറിക്കുന്നതുമാണല്ലോ രാശികൾ ഓരോന്നും. കാലപുരുഷന്റെ ഓരോരോ അവയവങ്ങളെ കുറിക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ഗ്രഹം അത് അവർക്ക് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ചീത്തയാണ്. അപ്പം ഇന്നത് ഉണ്ടോ എന്ന് കേൾക്കുമ്പോൾ ആൾമോസ്റ്റ് അത് അവർക്ക് ആ പ്രോബ്ലം ഉള്ളതായിട്ടാണ് അവർ പറയുന്നത്. പിന്നെ സാറ് നേരത്തെ ഒരു ചോദ്യം പറഞ്ഞു, അവർ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് പ്രശ്നങ്ങളൊന്ന് കാലം മാറിപ്പോയി സാറേ. ഇന്നത്തെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പേര് നോക്കാൻ പറയും. എന്തറിയണം? ഓൺലൈനിൽ നോക്കണ്ട, നിങ്ങൾ നോക്കുമ്പോ പ്രശ്നം അറിയാലോ. അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് വന്നു. കാരണം ഇപ്പൊ ഒരുപാട് പേരെ ആർക്കും മണ്ടനാക്കാൻ പറ്റിയ ഒരു കാലമല്ല. വിളിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പേര് തരും. അപ്പൊ നമ്മളത് വെച്ചിട്ടാണ് അത് നോക്കിയിട്ട്. ഓൺലൈനിൽ ഇപ്പൊ ഒരുപാട് പേര് എറണാകുളത്ത് കോട്ടയത്ത് നിന്നൊക്കെ അവർക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ അത് വെച്ചിട്ട് അവര് പറയുന്ന ആ സമയം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അതാണല്ലോ ശരിക്കും അവരെ വിളിക്കുന്ന പിന്നെ വെക്കുന്നത്. അത് വെച്ചിട്ട് ആരോട്ടും വെച്ച് പറയുമ്പോ അവരൊന്നും അല്ല എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി അവരോട് പറയാനുണ്ട്. ഇപ്പൊ ഞാൻ വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അത് തെറ്റാണെങ്കിൽ പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാമെങ്കിൽ എനിക്ക് അതിൻ്റെത് അറിയാൻ പറ്റുള്ളൂ എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും എന്റെ ഗുരുജി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റിൽ അത് പറയുമ്പോഴാണ് അവർക്കതൊരു വിശ്വാസത്തിലേക്ക് വരുന്നത്. വരാൻ പോകുന്ന നമുക്ക് പറയാം, നാളെ നിങ്ങൾക്ക് 2 കോടി അല്ലെങ്കിൽ 5 കോടി അടിക്കും എന്ന് പറഞ്ഞു വിടാം, അവരത് വിശ്വസിച്ച് പോകും. പക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ വരുന്നവരത് വിശ്വസിക്കും. വിശ്വസിക്കുന്നില്ല, അത് അവർക്ക് അനുഭവമാണ്.
അപ്പൊ അങ്ങനെ വരുന്നവരിൽ കൂടുതൽ പേരും എന്നോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും ഇപ്പം കുടുംബ പ്രശ്നങ്ങള്, പിന്നെ സർപ്പദോഷങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, പിന്നെ ചില ഭൂമിയിൽ വീട് വെച്ച് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭൂമി വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അപ്പൊ അതൊക്കെ എന്താണെന്നും പറഞ്ഞു വരുമ്പോ ഞാൻ അതാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞു തരുന്നതെന്ന് ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെ ഇതിൽ വന്നു എന്ന് എനിക്ക്, പിന്നെ ഞാൻ പാസ്റ്റ് ബർത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും മുജ്ജന്മത്തിൽ എന്റെ സോൾ എന്ന് ചിലപ്പോൾ ഇതിനോടൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ ബാക്കി പത്രം ആവാൻ വന്നു ചേരുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ എല്ലാ ഗുരുക്കന്മാരും വളരെ നല്ല ഗുരുക്കന്മാരാണ്. ധനത്തിനോട് അതിമോഹം ഇല്ലാത്ത ഗുരുക്കന്മാരാണ്. വരുന്നവരോട് ഞാനും ഇത്രയാണ് എനിക്കെന്ന് പറയാറില്ല. അവരെത്ര ദക്ഷിണ തരണോ അത് ഞാൻ സ്വീകരിക്കും. അതാണ് ഞാൻ ഇന്നുവരെ ചെയ്യുന്ന കാര്യം. അതാണ് അത് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ഒരുപാട് കാശ് കൊടുത്തല്ല എന്നിലെല്ലാം വന്നത്. അപ്പൊ പ്രപഞ്ചം എനിക്കൊരു അനുഗ്രഹം തരുമ്പോ എന്തോ ഒരു നിയോഗം എന്നിലൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല സാർ. അത് ആ ഒരു നിയോഗത്തിൽ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കാരണം ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ അതെങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ല സാർ. ഇപ്പൊ ഒരു ഭൂമിയിൽ ഒരു സർപ്പദോഷത്തിന്റെ ആണെങ്കിൽ അത് നോക്കുമ്പോ തന്നെ ഒരു എനർജി ഫീൽ ഉണ്ടാവും. അപ്പൊ അത് എന്താണെന്ന് ചോദിക്കുമ്പോ അവർക്കത് അതൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു പയ്യൻ ഭൂമിയൊക്കെ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, അതിന് ശേഷമാണ് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ നോക്കുന്നുള്ള കാര്യം അറിഞ്ഞത്. അവര് പറഞ്ഞിട്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നാരൂഢം വെച്ച് നോക്കിയപ്പോ മീൻസ് എനിക്കതില് വാസയോഗ്യം അല്ലാത്ത, അതായത് അവിടെ ഭവനം വെച്ച് താമസിച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളത് കിട്ടി. അപ്പൊ ഞാനത് വിളിച്ചു പറഞ്ഞു. അപ്പം സാറിന് അത് എത്രത്തോളം വിശ്വാസം ഉണ്ടാവുന്നതല്ല, ബ്രഹ്മ രക്ഷസിന്റെ ഒരു സ്വാധീനം പോലെ ആ ഭൂമിയിൽ കണ്ടു. ആ ഭൂമിയുടെ അവകാശിയായിരുന്ന അങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞപ്പോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ആ ഭൂമിയില്ല, ഞങ്ങൾ 3 ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെന്റ് എന്നോട് നോക്കാൻ പറഞ്ഞു. മോനെ ഞാൻ നോക്കി ഉത്തരം പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടേത്. എന്റെ അടുത്ത് പറഞ്ഞ ജോലി കഴിഞ്ഞു, നിങ്ങൾ എന്ത് വേണോ വെച്ചാൽ ആയിക്കോന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പഠിപ്പിക്കുന്നത് തന്നെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം പെൻഡുലം ഇതെല്ലാം വെച്ചിട്ട് പോകുന്നതാണ്. അവിടെ പോയി അദ്ദേഹം ഇങ്ങനെ കാലാ ഭൂമിയിൽ വെച്ച സമയത്ത് തന്നെ ഒരു വലിയൊരു ആണി സാറിന്റെ കാലിന്റെ ആ ചെരുപ്പിന്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞ് അതിങ്ങനെ എടുത്ത് മാറ്റി മുമ്പ് തന്നെ സാർ എന്നെ വിളിച്ചു. നിങ്ങൾ എന്താണ് പ്രശ്നാരൂഢത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു. അത് സാറും പോയിട്ട്, സാർ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, അദ്ദേഹം പോയി നോക്കിയപ്പോൾ അത് വാസയോഗ്യമുള്ള ഭൂമി അല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആ തിരിച്ചു വാങ്ങി ഇന്ന സമയത്ത് നോക്കുമ്പോ അപ്പൊ നമ്മളുടെ ഇപ്പൊ റണ്ണിങ് ദശ അപഹാരമൊക്കെ നോക്കുമ്പോ നമുക്കൊരു ഏകദേശം രൂപം കിട്ടുമല്ലോ. ഇപ്പൊ നടക്കുന്ന ഒരു സമയമായിരിക്കും. നമ്മളിപ്പോ ഈ ഗോചരമുള്ള ഫലങ്ങൾ ഞാനും പറയാറുണ്ട്. അതിനെക്കാട്ടിലും ഒരാൾക്ക് ഇപ്പൊ സാറിനോട് എനിക്ക് പറയാൻ നിങ്ങൾക്ക് അതാണ് ഇതാണ്, പക്ഷെ സാറിന് നടക്കുന്ന ദശ അപഹാരം ഛിദ്രം അനുകൂലമാണോ എങ്കിൽ മാത്രമേ ഗോചര ഫലവും കൂടെ അനുഭവത്തിൽ വരുള്ളൂ. ഈ 100-ൽ 20-30% മാത്രമേ ഗോചര ഫലത്തിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവനവൻ ജനിക്കുമ്പോൾ തയ്യാറാക്കുന്ന ആ ഗ്രഹനില അതും കൃത്യമാണെങ്കിൽ മാത്രം വരാറുണ്ട്. പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പോ ചിലപ്പോ മാറ്റി കൊടുക്കാനൊക്കെ പറഞ്ഞു വരാറുണ്ട്. വയസ്സ് കുറച്ച് ആ വക പരിപാടിക്ക് എന്റെ ഗുരുനാഥൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ചെയ്യരുത്, കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആ വാക്ക് ഞാൻ ഇന്നും അനുസരിച്ച് പോകുന്നുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ സിസേറിയന് ഡേറ്റ് കുറിക്കുക എന്നുള്ളത് ഇതൊക്കെ നിയതിയുടെ ഒരു തീരുമാനമാണ് സാർ. മുകളിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. നമ്മളിനി എത്ര അത് മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും അവർക്കുള്ളതാണ്. അപ്പൊ ഈ സാധാരണയായിട്ട് ജ്യോതിഷത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ പ്രോപ്പറായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതേസമയം അതിനകത്ത് കാണുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് കാണുന്ന ആ കൃത്യതയോടുകൂടി അതിൽ കാണുന്നതിന് ഇതിങ്ങനെയാണ്. ഇപ്പൊ ഈ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് പനി ജലദോഷം ഉടനെ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ എന്ന് എഴുതുന്നത് പോലെ ഇന്ന കണക്കിലാണെങ്കിൽ ഇന്നത് മാത്രമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ശ്ലോകങ്ങളെ ആശ്രയിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ആണ് കുറച്ചുകൂടി ഏറ്റവും നല്ലൊരു ജ്യോതിഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കൃത്യതയുടെ ഫലത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ മാഡം ഈ 2 വഴികളാണോ ഉപയോഗിക്കുന്നത്, അതോ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ തോന്നുന്നില്ല? അങ്ങനെയല്ല സാർ. എന്തെന്ന് വെച്ചാൽ ഈ ശ്ലോകങ്ങൾ പറയുന്നവര് പറയട്ടെ. കാരണം എന്റെ മുമ്പേ ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ പറയുന്ന ശ്ലോകം അദ്ദേഹത്തിന് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
ഒന്നും അറിയാത്ത ഒരാളെ അവരോട് പറയണമെന്നില്ല, നമ്മൾ മനസ്സിലായാലും ശരി. അങ്ങനെയാണെങ്കിൽ സാർ അത് ഞാനത് കേട്ടിട്ടുണ്ട്. കാരണം ശ്ലോകം പറഞ്ഞത് വ്യാഖ്യാനിക്കുന്ന എന്റെ ഒപ്പം പഠിക്കാൻ വരുന്നവരും അതങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കിഴക്കേപ്പട്ടത്ത് കാരണം ഒരേ ശ്ലോകത്തിന് തന്നെ ഒരു 5 പേർക്ക് 5 രീതിയിൽ വ്യാഖ്യാനിച്ച അവരുടെ കറക്റ്റ് പ്രോബ്ലം, അതായത് അത് പറയാൻ പറ്റും. പക്ഷെ ഞാനത് കൂടുതലായിട്ടും ഞാനത് മനസ്സിലാക്കുമെങ്കിലും വന്നിരിക്കുന്നതിനോട് ഞാനത് അങ്ങനെ പറയാറില്ല. കാരണം കിഴക്കേപ്പട്ടത്തും സാർ കേട്ടിരിക്കും വിശ്വവിജ്ഞാന കേന്ദ്ര പട്ടം കൃഷ്ണനാഥ് സാർ, അദ്ദേഹം അവിടെ ഇത് നടത്തുന്നുണ്ട്. അവിടെയും അദ്ദേഹവും എന്റെ ഗുരുനാഥനാണ്. രാജപ്പൻ നായർ സാറ്, പത്മനാഭ സാർ, അവരൊക്കെ ഞാൻ ഈ 2018 തൊട്ടുള്ള കാലയളവില് അവിടത്തെ കൂടെ ഒരുതാണ്. പിന്നെ തിരുവനന്തപുരം ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് വാസുദേവൻ സാറുണ്ട്, പിന്നെ ആലപ്പുഴ, അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്. അപ്പം ഈ രാജപ്പൻ നായർ സാറായാലും ആരായാലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വരുന്നവരോട് അത് എനിക്ക് വലിയ അതിനെ വ്യാഖ്യാനിച്ചിട്ട് ചിലപ്പോൾ അവര് നമ്മുടെ കണക്കിൽ കാണുന്ന അതൊരു സൂചകമാണ്. എന്നാൽ ആ സൂചകം മാത്രം നോക്കാതെ ആ ശ്ലോകത്തിനും കൂടെ നോക്കിയിട്ട് അതിനെ മറ്റൊരു കാരണം ഇപ്പൊ 4-ാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോ ആ 4-ാം ഭാവത്തിൽ ആ ഗ്രഹം നിൽക്കുന്നതിനൊരു അർത്ഥം ഉണ്ടാവും. പക്ഷെ വരുന്ന ആളിന്റെ 4-ാം ഭാവവും ആ ഗ്രഹവും ആ നിൽക്കുന്ന ഗ്രഹവും തമ്മിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കത് വേർതിരിച്ച് അത് പറയാൻ പറ്റും, അവർക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റും. മനസ്സിലായോ സാർ? അപ്പൊ അത് നമ്മൾ ഈ ശ്ലോകം വെച്ചിട്ട് തന്നെ അവർക്ക് എങ്ങനെയാണോ അത് ഫലത്തിൽ വരിക, അല്ല അവർ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളൊരു എക്സാക്ട് ആയിട്ടൊരു ഏകദേശം എത്താൻ പറ്റുന്നുണ്ട്. കാരണം ചില ഡോക്ടേഴ്സ് ലാബ് റിപ്പോർട്ട് കണ്ടിട്ട് ഉടൻ തന്നെ അതിന് മെഡിസിൻ എഴുതും. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ലാബ് റിപ്പോർട്ടിനെയും പിന്നെ പലരും ഈ നാഡീ പരിശോധനയും കൂടെ ഇപ്പം പഠിക്കുന്നവരുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് എക്സാക്ട് ആയിട്ട് രോഗത്തിനെ കണ്ടെത്തുന്നത്. അതുപോലെ ഈ പ്രശ്നത്തിന് അങ്ങനെ തന്നെ നമുക്ക് ഹോരയിൽ പറയുന്നതായാലും അല്ലെ കൃഷ്ണീയത്തിൽ പറയുന്നതായാലും ഏതായാലും നമ്മൾ അതും ഇതും എല്ലാം അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കത് പറയാൻ സാധിക്കും. ശാസ്ത്രത്തിനോട് ചേർന്ന് വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന് കൂടെ കൂടി എന്നാലേ അതിന് പെർഫെക്ഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ചിലപ്പോൾ ഉദാഹരണത്തിന് ലക്ഷണശാസ്ത്രം, പ്രധാനപ്പെട്ട നിമിത്ത ശാസ്ത്രം, ഗൗഡി ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമുക്കൊരു പാണ്ഡിത്യം വരുമ്പോൾ, പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പഠിച്ചുള്ള അറിവല്ല, പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മളൊരു പെർഫെക്ഷനിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മേഖലകളിൽ മാഡം എക്സ്പെർട്ടൈസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടോ? ഞാനത് പെൻഡുലം പഠിച്ച് പെൻഡുലം ഡൗസിങ് ചെയ്യുന്നുണ്ട്. ഞാൻ സാറിനോട് പ്രോപ്പർട്ടിയുടെ അത് പറഞ്ഞല്ലോ. പെൻഡുലം വെച്ചിട്ട് നമുക്കത് അറിയാൻ സാധിക്കും കൃത്യമായിട്ടൊരു. എനിക്ക് പെൻഡുലം തരുന്നുണ്ട്, അതും ഒരു ഭയങ്കര ഒരു ഡിവൈൻ. ഇല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സാറിന് വേണ്ടി നോക്കുമ്പോൾ എന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കും. കാരണം സാറിനുള്ളത് എന്താണെന്ന് എനിക്കറിയും. മനസ്സിലായില്ല? അപ്പൊ സാറിന് ഇന്നത് വരണം, ഇന്നത് ഇപ്പൊ എനിക്കുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാൻ അത് yes എന്നുള്ള എന്റെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇല്ല സാർ. ഏതൊരു ടൂൾ എടുക്കുമ്പോഴത്തേക്ക് സാർ നമ്മൾ ഡിവൈനിന് അടിമയായിരിക്കണം. കാരണം ഡിവൈനിന് മൊത്തം സറണ്ടർ ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെൻഡുലത്തിനായാലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ടാരറ്റ് കാർഡ് ഒരുപാട് റീഡിങ്ങിലല്ല, പക്ഷെ നമ്മള് ജ്യോതിഷം ഇതിന്റെ ഇത് എടുക്കുമ്പോ തന്നെ നോർമലി അങ്ങനെ ഒരു ധ്യാന ഭാവത്തിൽ നിന്നിട്ടാണോ മാഡം നോക്കുന്നത്? അതെ. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഉത്തരങ്ങള് കിട്ടാറുണ്ട്. അതുപോലെ മറ്റാരെങ്കിലും ഒരു ഉപദേശം പോലെ മനസ്സിലേക്ക് ഇങ്ങനെ വരാറുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയാണെന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളുടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോ തന്നെ ചിലപ്പോൾ ഞാൻ ഗ്രഹനില അനലൈസ് ചെയ്ത് അതെന്താണ് അവരുടെ ഇപ്പോഴത്തെ ദശ അതൊക്കെ എഴുതി വെച്ചിട്ട് എന്താണ് പറയേണ്ടത്, ഇതിലിപ്പോ പറയത്തക്കതൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ ഇവർക്ക് എന്ത് മറുപടി കൊടുക്കും എന്നുള്ളൊരു തോട്ട് ഫോം എനിക്ക് വരാറുണ്ട്. ചില സമയം പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അതിലൊന്നും കിട്ടാറില്ല. ജസ്റ്റ് ഞാനത് ദൂരെ നിന്നൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞില്ല, ഇപ്പൊ ഓൺലൈനിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഞാനത് അല്ലെങ്കിൽ പറയാൻ തുടങ്ങുമ്പോൾ അത് എവിടെ നിന്നെന്നറിയില്ല സാർ, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഒഴുക്ക് പോലെ വരാറുണ്ട്. അത് ആരുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ചിലപ്പോൾ ഞാൻ എന്റെ ഗുരുക്കന്മാരുടേതാവാം, ചിലപ്പോ പാസ്റ്റ് ബർത്തിൽ ഞാൻ ഗുരുക്കന്മാരുടെ ഒരു എനർജി. കാരണം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നവഗ്രഹങ്ങളെയും എന്റെ ഉപാസനാമൂർത്തികളെയും ഒക്കെ വിളിച്ചിട്ട് എന്റെ പിതൃക്കളെയും എന്റെ അമ്മ എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്.